ഏകാരോഗ്യം മാന്നാർ പഞ്ചായത്തുതല ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി.കെ. പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. മാന്നാറിൽ ഏകാരോഗ്യം പഞ്ചായത്ത് തല ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി.കെ. പ്രസാദ് നിർവഹിച്ചു. മുഴുവൻ ജില്ലയിലേക്കും വ്യാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് ഏവർക്കും സമ്മതിച്ചു പോകേണ്ടതായി വരുന്നു എന്നുള്ളതാണ്. നമ്മൾ കോവിഡിന്റെ മഹാമാരി നന്നായി അനുഭവിച്ചവരാണ്. എങ്ങനെയാണ് നമുക്ക് രോഗം വരുന്നതിന് മുമ്പ് അതിനെ തടയുവാൻ കഴിയുന്നത് എന്നതിനെ സംബന്ധിച്ച് ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ ആരോഗ്യമേഖല നടത്തുമ്പോൾ ലോകരാജ്യത്തിന്റെ നെറുകയിലേക്ക് കേരളം ആരോഗ്യരംഗത്ത് നല്ല പച്ചപ്പുള്ള ഒരു നാടായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷിമൃഗാദികളെ വീട്ടിലെ ഏറ്റവും രക്തബന്ധത്തിന് അപ്പുറത്തേക്ക് സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളത്. നമ്മളിന്ന് നവമാധ്യമങ്ങൾ തുറന്നാൽ കാണുന്നത് പട്ടികൾക്ക് വലിയ പ്രാധാന്യം, നായ്ക്കൾക്ക് വലിയ പ്രാധാന്യമാണ് വീടുകളിൽ. അത് പറഞ്ഞാൽ കേൾക്കുന്ന നിലയിലേക്ക് അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നു. അടുക്കളയിലേക്ക് വിറവെടുത്തുകൊണ്ട് വരുന്നു, രാവിലെ പത്രം എടുത്തുകൊണ്ട് വരുന്നു, പാല് വെളികൊണ്ട് വെച്ചത് എടുത്തുകൊണ്ട് വരുന്നു. ഇതൊക്കെ ചെയ്യുന്നതിലേക്ക് നമ്മളെ അതിശയിപ്പിച്ച് ഒരു പൂച്ചക്കുഞ്ഞിന് 1,00,000 രൂപ കൊടുത്ത് ഒരാൾക്ക് സംഭാവന കൊടുത്തത് കഴിഞ്ഞ ദിവസം ഒരാഴ്ചയ്ക്ക് മുന്നേ പത്രത്തിൽ വലിയ വാർത്തയായിട്ട് വന്നു. 1,00,000 രൂപയാണ് ആ പൂച്ചക്കുഞ്ഞിന്റെ വില. അതിനെ കൊണ്ടുവന്നതോ വിദേശത്തു നിന്ന് പ്ലെയിൻ മാർഗമാണ് കൊണ്ടുവന്നത്. എന്നിട്ടോ അതിന് 10 കോടി രൂപയുടെ വിലയുള്ള കാറിലാണ് അത് സഞ്ചരിക്കുന്നത്. ആ പൂച്ചക്കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രമല്ല, ആ കാറിന്റെ ഉടമസ്ഥൻ അത്ര കണ്ട് ധനികനാണ്. അപ്പൊ അതിന് എല്ലാ പരിചരണവും കൊടുത്ത് അതിന്റെ മെനു ഉൾപ്പെടെ വായിച്ചപ്പോൾ സത്യത്തിൽ നിങ്ങൾ എന്നെ കളിയാക്കരുത്, ആ ഒരു പൂച്ചക്കുഞ്ഞായി ജനിച്ചെങ്കിൽ കിട്ടുന്ന സൗഭാഗ്യം എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിച്ചു പോയി. അപ്പൊ ആ നിലയിലേക്ക് മൃഗങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമീപനം നമുക്കുണ്ട്. കോവിഡിന്റെ തുടക്കം വവ്വാലിൽ നിന്നാണെന്നൊക്കെ തന്നെ അല്ലേ, ചൈനയിൽ തുടങ്ങി അത് കേരളത്തിലേക്ക് എത്തി അതിന്റെ എല്ലാ പീഡനങ്ങളും അനുഭവിച്ചവർ എത്ര പേരുണ്ട്, കോവിഡ് വന്നവർ എത്ര പേരുണ്ട്, എല്ലാവരും. മാന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.എ. ലത അധ്യക്ഷയായി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനു വർഗീസ് സ്വാഗതം പറഞ്ഞു. പരിശീലനത്തിന്റെ ഭാഗമായുള്ള ക്ലാസ് കെ.എൻ. രാജീവ് നയിച്ചു. വിവിധ വകുപ്പ് മേധാവികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശ, അംഗൻവാടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. വാർഡ് മെമ്പർ ശാന്തിനി ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയകുമാർ, ജയ വി കൃഷ്ണൻ, ശോഭന എന്നിവർ പങ്കെടുത്തു. സി.ഡി നെറ്റ് ന്യൂസ്, മാന്നാർ.